ഹലോ എവ്രി വൺ, അക്കോർഡിംഗ് ടു ദ ടാരോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ എന്താണ് പ്രേക്ഷകർ നെക്സ്റ്റ് ലൈഫിൽ നേടാൻ പോകുന്നത്, ദാറ്റ് ഈസ് ഇനിയും എന്താണ് നേടാൻ പോകുന്നത്, ഇനിയും എന്താണ് സംഭവിക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് സി എന്താണ് പ്രേക്ഷകർ ലൈഫിൽ ഇനിയും നേടാൻ പോകുന്നത്. ദാറ്റ് ഈസ് വിത്തിൻ 2 to 3 months എന്നുള്ള ഗ്യാപ്പ്. ഓക്കെ, ട്രാപ്ഡ് ഇൻ സോ ഏതൊക്കെ പ്രേക്ഷകർ ഏരിയ ടെൻഷൻ, ഇമോഷണൽ ബാക്ക് ഫയർ പറയാൻ കാരണം പണ്ട് നടന്ന കാര്യങ്ങൾ പിന്നെയും പിന്നെയും റിപ്പീറ്റഡ്ലി ഓർമ്മ വരുന്നു. ആ വിഷമത്തിൽ നിന്ന് വെളിയിലിറങ്ങാൻ പറ്റുന്നില്ല. എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആയത് നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് വരുന്നു, ഓർ ബ്ലോക്കേജസ് വരുന്നു. നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ ഇരുന്നാൽ പോലും നിങ്ങൾക്ക് തടസ്സങ്ങൾ വരുന്നു. ഓക്കെ, സോ ഈ രണ്ട് സിനാരിയോയിലും നിങ്ങൾക്ക് വരുന്നത് ഹാർമണിയാണ്, പീസ് ആണ്. ദാറ്റ് ഈസ് നിങ്ങളുടെ ഇമോഷണൽ ബാഗേജസ് മാറ്റാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. നിങ്ങളുടെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഈ പാറ്റേണിനെ ബ്രേക്ക് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. സോ ഐ ബിലീവ് ഒരു ആളുടെ അഡ്വൈസ് നിങ്ങൾ പാലിക്കുകയും ആൻഡ് ആ അഡ്വൈസിൽ നിങ്ങളുടെ ഈ ഒരു പാറ്റേൺ ബ്രേക്ക് ആകുകയും ചെയ്യുന്നതാണ്. സോ ഓവറോൾ ഒരു പീസ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത്. ഓക്കെ, ലവ് കണക്ഷനിൽ ടെൻഷൻസ് ആൻഡ് പ്രശ്നങ്ങളുള്ള പ്രേക്ഷകർ, നേരിടുന്ന പ്രേക്ഷകർ, അവിടെയും സമാധാനം വരുന്നുണ്ട്. ഓക്കെ, ഈവൻ ദോ നിങ്ങളുടെ പാർട്ട്ണർ സമാധാനപൂർവ്വം ആണ് നിങ്ങളുടെ അടുത്ത് വരുന്നെങ്കിലും നിങ്ങൾ ഫുള്ളി ആളെ ട്രസ്റ്റ് ചെയ്യുന്നില്ലായിരിക്കാം. ഓക്കെ, ആൻഡ് ദാറ്റ്സ് ഗുഡ്. ഓക്കെ, നോക്കൂ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഒരു റിലേഷൻഷിപ്പിൽ രണ്ടുപേർ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഓർ ബോയ് ഫ്രണ്ട് ആൻഡ് ഗേൾ ഫ്രണ്ട്, രണ്ടുപേരുടെ തുല്യ ഡിസിഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ആ റിലേഷൻഷിപ്പ് ഫുൾഫിൽ ആകുകയുള്ളൂ. ഓക്കെ, അതർവൈസ് ഇറ്റ്സ് നോട്ട് എ റിലേഷൻഷിപ്പ്. സോ ആ ഒരു കാര്യത്തിൽ ഇവിടെ ഹാർമണി വരുന്നുണ്ട്. മൈറ്റ് ബി നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഏറെ കേൾക്കാനും അതിനൊരു പ്രയോറിറ്റി കൊടുക്കാനും തയ്യാറാണ്. ഓക്കെ, ദാറ്റ്സ് വാട്ട് ഐ ക്യാൻ സീ. ഓൾ റൈറ്റ്, വിക്ടറി ആൻഡ് സക്സസ് ആൻഡ് സാക്രിഫൈസ്. ഓക്കെ, പ്രേക്ഷകർ ഇത്രയും നാളിലും സാക്രിഫൈസ് ചെയ്ത കാര്യം, ഓക്കെ, എന്തിനൊക്കെ നിങ്ങൾ സാക്രിഫൈസ് ചെയ്തു, എന്തൊക്കെ സാക്രിഫൈസ് ഉണ്ട് നിങ്ങളുടെ മനസ്സിൽ ഈ കണ്ടിന്യൂസ് ഈ ഒരു കാര്യം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് ഞാൻ ഇതൊക്കെ ചെയ്തു, ഞാൻ ഇത് ചെയ്തു, ഞാൻ എൻ്റെ ഈ കാര്യം സാക്രിഫൈസ് ചെയ്തു, ഞാൻ എൻ്റെ ജോബ് സാക്രിഫൈസ് ചെയ്തു. ഓക്കെ, അവിടെ ഒരു സക്സസ് ആണ് നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ, യു ആർ ഗെറ്റിംഗ് എ സക്സസ്. സോ മൈറ്റ് ബി ചില പ്രേക്ഷകർക്ക് ഒരു പുതിയ ജോലിയുടെ ഓഫർ, ജോബ് ഓഫർ വരുന്നുണ്ട്. ഓർ നിങ്ങൾ ഇപ്പോൾ കറൻ്റ്ലി എന്താണോ ചെയ്യുന്നത് ആ ഒരു കാര്യം, അത് കൊറിയർ ആകാം ഓർ ബിസിനസ് ആകാം, അത് ബ്ലൂം ചെയ്യാൻ പോകുകയാണ്. ഓക്കെ, വലിയൊരു സക്സസ് ആകാൻ പോകുകയാണ്. ഓക്കെ, സോ നിങ്ങൾ ചെയ്ത സാക്രിഫൈസസിന് തുല്യമായ റിവാർഡ്സ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. പ്രോസ്പെരിറ്റി ബിഗിൻസ്. സോ യെസ്, പണം വർധനവ്, ഫൈനാൻഷ്യൽ അബണ്ടൻസ് ആണ്, ഓർ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റിട്ടേണും ലഭിക്കാവുന്നതാണ്. ഓക്കെ, സോ നിങ്ങൾ ചെയ്ത ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺ ലഭിക്കാം. ഓക്കെ, ഓർ ആ റിട്ടേൺ തന്നെ നിങ്ങൾ പിന്നെ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതാകാം. ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെൻറ്റ്, നിങ്ങളുടെ ഫാമിലി, ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നല്ലൊരു ഫൗണ്ടേഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയും നിങ്ങളുടെ ഫൗണ്ടേഷൻ വളരെയധികം സ്ട്രെങ്തൻ ആകുകയാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ജോബിലുള്ള ആൾക്കാരാണ് ആൻഡ് നിങ്ങൾ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യും, നിങ്ങളുടെ ഐഡിയാസ് ആയിരിക്കാം ഏറ്റവും കൂടുതൽ കമ്പനിക്ക് ബെനിഫിറ്റ് ആകുന്നെങ്കിൽ പോലും നിങ്ങൾക്ക് അപ്രിസിയേഷൻ ലഭിക്കുന്നില്ലായിരിക്കാം. ബട്ട് അവിടെ ചേഞ്ചസ് വരികയാണ്. നിങ്ങളുടെ ബോസ്, നിങ്ങളുടെ മാനേജ്മെൻറ്റ് നിങ്ങളെ ഏറെ അപ്രിഷ്യേറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. ഓക്കെ, സോ ദർ വിൽ ബി എ ഫൗണ്ടേഷൻ. ലൈക്ക് നിങ്ങളായിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി. അത് നിങ്ങളുടെ വീട്ടിലായിക്കോട്ടെ, ജോലി സ്ഥലത്തായിക്കോട്ടെ, ഈവൻ ഇൻ ദ ബിസിനസ് പാർട്ട്ണർഷിപ്സിലും ഈ ഒരു കാര്യം ബാധകമാണ്. ലൈറ്റ്. ഓക്കെ, സോ കുറേ നാളുകൾക്ക് ശേഷമാണ് നിങ്ങൾക്ക് ആ സന്തോഷം, ആ ഒരു ഊർജം ലഭിക്കുന്നത്.
ചിലർ ഏറെ ടയേർഡായിരുന്നു, എപ്പോഴും ടയർഡ്നെസ്. ആ ഒരു ടയർഡ്നെസ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുകയാണ്. ചില പ്രേക്ഷകർ പുതിയതായ ഒരു കാര്യം പഠിക്കാൻ പോകുകയാണ്. ഓക്കെ, സോ ദാറ്റ്സ് എ ഗുഡ് തിങ്. ആൻഡ് ഹാർട്ട് ടേക്ക് ആൻഡ് ലോസ്. ഓക്കെ, ലെറ്റ്സ് സീ ഹാർട്ട് ടേക്ക് ആൻഡ് ലോസ്. ട്രാൻസ്ഫോർമേഷൻ. എന്തായിരുന്നു നിങ്ങളുടെ ഹാർട്ട് ടേക്ക്? ഓക്കെ, സോ 66 എന്ന നമ്പർ കാണുന്ന പ്രേക്ഷകരും 33 എന്ന നമ്പർ കാണുന്ന പ്രേക്ഷകരും അതുപോലെ തന്നെ 13 സ്പെസിഫിക്കലി 13 31 എന്ന് കാണുന്ന പ്രേക്ഷകരും നിങ്ങളുടെ ഹാർട്ട് ടേക്ക് നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷൻ്റെ കാരണമാണ്. ഓക്കെ, എന്ത് വിഷമമാണോ നിങ്ങൾക്ക് ഉണ്ടായത്, ആ വിഷമം ആക്ച്വലി നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷൻ ഇൻ ദ സെൻസ് ആയത് നിങ്ങൾ സ്പിരിച്വലി ഒത്തിരി ഡെവലപ്പ് ആകുകയാണ്, അല്ലെങ്കിൽ ഈ ഒരു ഹാർട്ട് ടേക്ക് കഴിഞ്ഞ് നിങ്ങൾ വിട്ട് കഴിഞ്ഞിട്ട് ഓക്കെ എന്തൊക്കെ നിങ്ങളുടെ പ്രയോറിറ്റീസ് ആയിരുന്നു അത് വിട്ട് കഴിഞ്ഞ് നിങ്ങൾ പുതുതായി എന്താണോ ചെയ്തത് അതിൽ ഏറെ വലിയ നേട്ടങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കുകയാണ്. ഓക്കെ, ആൻഡ് ഐ ഫീൽ യു ആർ ഓൾ അലോൺ. ഇതെല്ലാം നിങ്ങൾ ഒറ്റയ്ക്കാണ് ചെയ്തെടുത്തത്, ഒരു സഹായവും ഇല്ലാതെ. ഓക്കെ, സോ വാട്ട് ഈസ് ദ ഗൈഡൻസ്? ഹാർട്ട് ചക്ര ഹീലിംഗ് ആവശ്യമാണ്. സോ യെസ്, ഗോ ഫോർ ഹാർട്ട് ചക്ര. അഗെയിൻ 44 എന്ന നമ്പർ കാണുന്ന പ്രേക്ഷകരുണ്ടാകാം. മൂവിങ് ഓൺ. സോ ഇവിടെ പറയുന്നത് നിങ്ങളുടെ ഹാർട്ട് ചക്ര ഹീൽ ചെയ്യൂ. ആൻഡ് ഹാർട്ട് ചക്ര ഹീൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്ന ഓരോ വിഷമത്തെ നിങ്ങൾ ഡിവൈൻ ലൈറ്റിലേക്ക് റിലീസ് ചെയ്തുകൊണ്ടിരിക്കും. ബിക്കോസ് ആസ് സൂൺ ആസ് നിങ്ങൾ ഡിവൈൻ ലൈറ്റിലേക്ക് അത് റിലീസ് ചെയ്യുന്നു, നിങ്ങൾ ആ ഒരു സ്റ്റക്ക് എനർജിയിൽ നിന്ന് മൂവ് ഓൺ ആകുകയാണ്. സ്പിരിച്വൽ സ്ട്രെങ്ത്തിൽ ഏറെ ശ്രദ്ധ കൊടുക്കൂ. ദാറ്റ് ഈസ് ദേവാലയങ്ങളിൽ പോകൂ, ഓർ എൽസ് നിങ്ങൾ ഏറെ പ്രാർത്ഥിക്കൂ. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ മന്ത്ര നിങ്ങൾ എപ്പോഴും ചൊല്ലാറുണ്ടെങ്കിൽ അത് കണ്ടിന്യൂസ്ലി ചൊല്ലൂ. ബിക്കോസ് അത് നിങ്ങൾക്ക് സ്പിരിച്വലി നിങ്ങളെ സ്ട്രോങ് ആക്കുകയാണ്. ആൻഡ് വൺസ് നിങ്ങൾ സ്പിരിച്വലി സ്ട്രോങ് ആണ്, നിങ്ങൾ ഈ ഫിസിക്കൽ വേൾഡിലും സ്ട്രോങ് ആണ്. ഓക്കെ, സ്പിരിറ്റ് ഗൈഡ് എനിത്തിങ് എൽസ് യു വോണ്ട് ടു ടെൽ ദം? പാർട്ട്ണർഷിപ്സ് ആൻഡ് അലയൻസസ്. സോ നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങൾക്ക് ശരിയാവുന്ന പാർട്ട്നേഴ്സിനെ നിങ്ങളുടെ അടുത്തേക്ക് വിടുന്നുണ്ട്. പാർട്ട്ണർഷിപ്സ് ആൻഡ് അലയൻസസ് നിങ്ങളുടെ വർക്ക് റിലേറ്റഡ് കാര്യങ്ങളിലാണ് ഏറെ ഫലിക്കുന്നത്. സോ വർക്ക് റിലേറ്റഡ് കാര്യങ്ങളിൽ നിങ്ങൾ വളരെ ഒറ്റപ്പെട്ട ഒരു രീതിയിലാണ്, ഒറ്റയ്ക്കാണ് എല്ലാം ചെയ്യുന്നതെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ അത് നിങ്ങളുടെ മണി സോഴ്സസ് കൂട്ടാം, അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലയൻറ്റ്സ് ബേസ് കൂട്ടാം. ഓക്കെ, അതിന് നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ സഹായിക്കുന്നതാണ്. ഓക്കെ, ബട്ട് വളരെ ഷാർപ്പായിട്ട് നിൽക്കൂ എന്നും പറയുന്നുണ്ട്. ദാറ്റ് ഈസ് എത്ര നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഫർമേഷൻ കൊടുക്കണോ അത്രയും മാത്രം കൊടുക്കൂ. ഓക്കെ, ഒരു ബൗണ്ടറി എപ്പോഴും കീപ്പപ്പ് ചെയ്യേണ്ടത് ആവശ്യമാണ്. പോസിറ്റീവ് മൂവ്മെൻറ്റ് ഫോർവേഡ്. ആൻഡ് ഇത് നിങ്ങളുടെ ലൈഫിലേക്ക് സ്ഥിരത കൊണ്ടുവരാൻ ഓക്കെ നിങ്ങളെ സഹായിക്കുന്നതാണ്. ഓൾ റൈറ്റ്. ഓക്കെ, സോ അഗെയിൻ 88 എന്ന നമ്പർ. സോ ഏറെ നമ്പേഴ്സ് 66, 33, 44, 88 as well as 666 and 13 അല്ലെങ്കിൽ 31 ഈ നമ്പേഴ്സ് കാണുന്ന പ്രേക്ഷകർക്ക് ഇത് സ്പെഷ്യൽ മെസ്സേജ് ആണ്. ഓക്കെ ഗൈസ്, സോ ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച്. ബിസിനസ് കപ്പ് ഓർ മണി കപ്പ് ആസ് വെൽ ആസ് എഡ്യൂക്കേഷണൽ കപ്പിൻ്റെ എനർജി കാണിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. കണ്ടു നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കാണുക. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് സംതൃപ്തിയുണ്ട്, വിശ്വാസമുണ്ട് ദാറ്റ് ഈ കപ്സ് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വാങ്ങിക്കുക. ഓക്കെ, ആസ് വെൽ ആസ് ഡിവൈൻ വൂൾഫിൻ്റെ മെസ്സേജസ് ഞാൻ അക്കോർഡിംഗ് ടു ദ ടാരോയിലെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട്, കണ്ടു നോക്കുക. Okay guys, so see you in my next video. Bye.